പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചൊവ്വാഴ്ച, ആ, ഇന്ന് 10-ാം തീയതി. നമുക്ക് ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ അറിവിൽ ഒരുപാട് രോഗികളുണ്ടാകാം. ആ രോഗികളെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കുവാൻ, നമ്മളൊരു ക്രിസ്ത്യാനിയാണ്, നമ്മൾ ദൈവത്തിൻ്റെ ഒരു മോളാണ്, നമ്മൾ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറേണ്ടിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മളുടെ ഒരു സംഭവം പറയാം, വലിയൊരു സംഭവമാണ്. ഹല്ലേലൂയ. വിശുദ്ധ അന്തോണീസിൻ്റെ മധ്യസ്ഥം വഴിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. എന്നാൽ ഇന്ന് വലിയൊരു സംഭവം. എത്ര വർഷം മുമ്പാണ്? 2008-2009 ആ കാലഘട്ടത്തിൽ വീൽ ചെയറിൽ ഉയർത്തിക്കൊണ്ടുവന്നു, നമ്മുടെ ധ്യാനത്തിന് ചുമന്നു കൊണ്ടുവന്നു, വീൽ ചെയറെപ്പടെ കൊണ്ടുവന്നേ. ഹല്ലേലൂയ. വടതലക്കാരാണ് കൊണ്ടുവന്ന്. ഇദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണ്? നായിരമ്പലം, വെളിയത്താമറമ്പ് ആൻ്റണി എന്ന് പറയും. അദ്ദേഹം നായിരമ്പലം പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുക്കുന്ന മകനായി മാറിയ ഒരു സ്റ്റോറിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. ചുമന്നു കൊണ്ടുവന്ന മകൻ 5 കൊല്ലമായിട്ട് സംസാരിക്കില്ലായിരുന്നു, 5 കൊല്ലമായിട്ട് എഴുന്നേറ്റ് നടക്കില്ല, തളർന്ന് കിടക്കുകയല്ലേ. പ്രഷർ അടിച്ചതാണെന്ന് പറഞ്ഞാൽ പ്രഷർ കൂടുതലായിട്ട് സംഭവിച്ചതാണ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അദ്ദേഹം ഫസ്റ്റ് ധ്യാനത്തിന് വന്ന് ഞാനൊന്നും കണ്ടില്ല, അയാളെ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് ഞാൻ കണ്ടില്ല. പക്ഷെ അദ്ദേഹം എഴുന്നേറ്റ് ഓടുന്നത് കാണും. കാരണം ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ പോലെ 10, 200, 100, 150 ആളുകളല്ല, 1000-ന് താഴെ ആളുകളാണ്. ജനപ്രളയമാണ് അന്നത്തേക്ക്. 800, 900, 970 ആൾ ഒക്കെയാണ് സ്ഥിരം വന്നുകൊണ്ടിരുന്നത്. ആ സമയം എഴുന്നേറ്റ് ഓടുന്നത് കണ്ടു. സത്യത്തിൽ ഞാൻ അയാളെ കൊണ്ടുവന്ന് ഞാൻ കണ്ടില്ല മക്കളെ. പക്ഷെ കൊണ്ടുവന്നവർ പറഞ്ഞു, ബ്രദറെ ഞങ്ങൾ വീൽ ചെയറിൽ കൊണ്ടുവന്നു. ഓക്കേ, അദ്ദേഹം എഴുന്നേറ്റ് നടക്കുന്നു. ഞാനൊരു സ്പെഷ്യൽ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ചിലപ്പോൾ ഉണ്ടാവാം, എൻ്റെ ഓർമ്മ വരുന്നില്ല. 2008-2009 ആ കാലഘട്ടത്തിലെ ബ്രദർ ഇത് ഇങ്ങനെ പറയണത് ഓർമ്മ ഇല്ല മക്കൾ, ആ സമയത്ത് അത് ഓർക്കുന്നില്ല. ഓക്കെ. പക്ഷേ അയാൾ സംസാരിക്കില്ല, ചെവിട്ടിൽ ഊതുന്നൊരു മനുഷ്യനാണ്. അത് മനസ്സിലാക്കിക്കൊള്ളാം. അത് മനസ്സിലാക്കാൻ പറ്റില്ല, അസ്വസ്ഥ വരും ചെവിട്ടിൽ ഊതുമ്പോൾ. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഭാര്യയുടെ പേര് ഗ്രേസി, പുള്ളിക്കാരത്തിയുടെ ചുവട്ടിൽ ഊതുമ്പോൾ അത് മനസ്സിലാക്കും. എനിക്കറിയില്ല കർത്താവിൻ്റെ മക്കളെ. പക്ഷേ അയാൾ എന്ന് വന്നാലും മാതൃഭൂമി പേപ്പറിൽ അദ്ദേഹം വീൽ ചെയറിൽ ഇരിക്കുന്ന ആ ഫോട്ടോ മാതൃഭൂമി പേപ്പറിൽ വന്നു. എന്താ? നായിരമ്പലം സൊസൈറ്റിക്കാർ വീൽ ചെയർ കൊടുത്തപ്പോൾ ഈ മനുഷ്യനെ അതിനകത്ത് കയറ്റിയിരുത്തിയിട്ട് ഫോട്ടോ ആണ് മാതൃഭൂമി പേപ്പറിൽ വന്നത്. അപ്പം അതും കൊണ്ടുവന്നിട്ടാണ് സാക്ഷ്യം പറയുന്നത്. ഹല്ലേലൂയ. സംസാരശേഷി ഇല്ലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇത് കാണിക്കും, ബാക്കി ഞങ്ങൾ പറയും. പ്രൈസ് ദി ലോർഡ്. ഓടും, ചാടും. ഞാൻ ഓടിക്കലാണ് അദ്ദേഹം. അതാണ് അയാളുടെ ഏറ്റവും വലിയ സാക്ഷ്യം. പള്ളിയുടെ അകത്തിട്ട് ഓടിപ്പിക്കും, ധ്യാനേന്ദ്രത്തിനകത്തിട്ട് ഈശോ ഓടിപ്പിക്കും മക്കളെ. അത് കഴിഞ്ഞൊരു 10 മാസം കഴിഞ്ഞപ്പോൾ അവിടെ വരുന്നു, അവിടുത്തെ പ്രേക്ഷിതനായി മാറുന്നു. ഒന്നും മിണ്ടാൻ പറ്റില്ല. പക്ഷേ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കുറേ ഇരിക്കുന്നു, കുമ്പസാരിപ്പിക്കാൻ ആളുകളെ കൊണ്ടുപോകുന്നു, കൗൺസിലിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വിളിച്ചുകൊണ്ട് പോകും. ഒന്നും മിണ്ടാൻ പറ്റില്ല. ബുത്ത് തന്നെ അവിടെയാണ് നമ്മളുടെ ഇങ്ങനെ പൊട്ടനെ പോലെ. അങ്ങനെയാണ്. അറിയാവുന്നവർക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനിത് പറയുമ്പോൾ ആർക്കെങ്കിലും കുറേ പേർക്കെങ്കിലും ഒരു 10-100 പേർക്കെങ്കിലും അറിയാവുന്നവർ, നേരിട്ട് കണ്ടവരുണ്ടാകാം. അതല്ലെങ്കിൽ നായിരമ്പലം പെട്രോൾ പമ്പിൽ 3 മണി തുടങ്ങി പെട്രോൾ അടിച്ചു കൊടുക്കുന്ന ആളാണ് ആ മനുഷ്യൻ. ഉച്ച കഴിഞ്ഞു ഈ മനുഷ്യൻ 10 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും ഇയാളോട് ഞാൻ ധ്യാനം കൂടാൻ വരാൻ പറഞ്ഞു. മകൻ പറഞ്ഞു ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മകനെ നീ ധ്യാനത്തിന് വന്നാൽ, ഈ പിള്ളേർക്ക് നാരങ്ങ മിഠായി മേടിച്ചു തരാമെന്ന് പറയില്ല, അതുപോലെ ഞാൻ പറഞ്ഞു, നീ ധ്യാനത്തിന് വന്നു കഴിഞ്ഞാൽ ഉടനെ നിനക്കൊരു ബൈക്ക് കർത്താവ് തരും. ഒരു കറുത്ത കളറിലുള്ള ബൈക്കാണ് ബൈക്ക് കിട്ടുന്നവർ. യൂണിക്കോൺ വണ്ടി അവർക്ക് ആ മകന് കിട്ടി മക്കളെ. ധ്യാനത്തിന് വന്നു. ഓക്കെ, അവിടെ കിട്ടെ. പക്ഷെ ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആന്തരിക സൗഖ്യ ആരാധന നടത്തുന്ന സമയത്ത് ഹല്ലേലൂയ എന്ന് പറഞ്ഞൊരു ഒച്ചയിൽ ഓടി വന്നിട്ട് എൻ്റെ മൈക്ക് തട്ടിപ്പറിച്ചിട്ട് അയാൾ പ്രൈസലോട് പറയുന്നു. 5 കൊല്ലം സംസാരിക്കാതിരുന്ന മനുഷ്യൻ, 5 കൊല്ലം തളർന്നു കിടന്ന മനുഷ്യൻ. പ്രൈസലോ 39 28 ലക്ഷമോ 29 ലക്ഷമോ 29 ലക്ഷമോ അത് 39 ലക്ഷോടെ കടം. ഒന്നുമില്ല, എല്ലാം തകർന്ന് കിടക്കുകയാണ്. ആ മനുഷ്യൻ്റെ മകൻ വന്നപ്പോൾ ഒരു കണ്ണേ ഉള്ളൂ, ഒരു കണ്ണ് ആക്സിഡൻറ്റിൽ പോയി. ഉടനെ ഒരു ബൈക്ക് കിട്ടുന്നു. 6 മാസം കഴിയുമ്പോൾ ഒരു കാർ കിട്ടുന്നുണ്ട്, വാഗനർ, കറുത്ത കാർ കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് അയാളുടെ വീട് ഇടിഞ്ഞൊളിഞ്ഞ് വീണു. കടഭാരമൊക്കെ ആൾക്കാരൊക്കെ കുറേ പേരെ ഉപേക്ഷിച്ചു, കടമൊക്കെ അങ്ങ് മാറി.
ഇയാളൊരു മിന്നൽ ചെയിൻ്റെ മാല ഇട്ടിട്ടാണ് അവിടെ വരുന്നത്. ഇതൊക്കെ എടുപ്പിക്കാൻ പറ്റിയ ബ്രദറെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ വീട് വലിയൊരു ഓടിൻ്റെ വലിയ വലിപ്പമുള്ളൊരു ഓടിൻ്റെ വീടാണ് എന്ന് കരുതി അധികം ഫർണിച്ചറിൻ്റെ കാര്യമല്ല, സാധാരണ ഒരു വലിയ വലിപ്പമുള്ള ഓടിട്ട വീട് കടലിൻ്റെ നേരെ സൈഡിൽ തന്നെയാണ്. അത് ഇടിഞ്ഞൊഴിഞ്ഞ വീടക്കാറ്റത്ത് 1000 ചില്ലാൻ സ്ക്വയർ ഫീറ്റിൻ്റെ നല്ലൊരു വീട് അദ്ദേഹത്തിന് ദൈവം പണിത് കൊടുത്തു, നമ്മുടെ ടീമിലായിരിക്കുമ്പോൾ തന്നെ. ഹല്ലേലൂയ. അപ്പോൾ ഒരു ധ്യാനവും കൂടിയുള്ളൂ. 5 കൊല്ലം തളർന്ന മനുഷ്യൻ എഴുന്നേറ്റ് ഓടുന്നു, നടക്കുന്നു, സ്കൂട്ടി ഓടിക്കുന്നു. യെസ്, അതുകൊണ്ട് അത് കഴിഞ്ഞ് മോൻ ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ഒരു കണ്ണുള്ളവൻ ആരെങ്കിലും പെണ്ണ് കൊടുക്കും. അവിടെ ധ്യാനത്തിന് വന്നൊരു പെണ്ണിനെ അവർ അവിടെ പരിചയമുണ്ടായിരുന്നു, പരിചയമൊന്നുമില്ല, നാട്ടുകാർ തന്നെ അങ്ങനെ പരിചയപ്പെട്ട് ആ മകള് നല്ലൊരു ഒരു കമ്പനിയുടെ സെക്രട്ടറി എന്നുള്ള അഡ്മിനിസ്ട്രേറ്ററാണ് ആ കൊച്ച്. സരിതേര അവിടെയാണ് അതിൻ്റെ ഇത്, കാക്കനാട് കമ്പനിയുടെ. ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കുന്നു. അവനൊരു യൂണിക്കോൺ ബൈക്ക് കിട്ടുന്നു, ഒരു വാഗനർ കർത്താവ് കാറ് കൊടുക്കുന്നു. ആ വീട് തല്ലിപ്പൊളിഞ്ഞ് പോയിട്ട് ഒരു വീട് കർത്താവ് കൊടുക്കുന്നു. ഇതിക്കുള്ളൊക്കെ എന്താണ്? 29 39 ലക്ഷം കടം മാറിയെന്ന് അയാൾ തന്നെ അവിടെ പറയുന്നു. ഹല്ലേലൂയ. ഇതിക്കുള്ളൊക്കെ ദൈവം എങ്ങനെയാണ് മക്കളെ ഒരു മനുഷ്യന്? പക്ഷെ നന്ദിയുണ്ടോ? മനുഷ്യരായി നമുക്ക് ദൈവം സകലതും തരുന്നു, പക്ഷെ നന്ദിയുണ്ടോ? ദൈവത്തെ ആരാധിക്കാറുണ്ടോ? ദൈവത്തെ തള്ളിപ്പറയുന്നവനാണോ നമ്മൾ ഓരോരുത്തരും? കുറ്റപ്പെടുത്തുന്നതാണോ? പോരാ എന്നുള്ള മനോഭാവമാണ് നമുക്കുള്ളത്. സ്നേഹമുള്ളവർ, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകൾ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. ദൈവം സമൃദ്ധിയായി നമ്മളെ അനുഗ്രഹിക്കും മക്കളെ. ഞാൻ സമ്പത്ത് കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തെ മാനിച്ചാൽ എൻ്റെ ദൈവം എന്നെയും മാനിക്കും. ചിലപ്പോൾ അത് സമ്പത്ത് തരും, ചിലപ്പോൾ ആത്മീയ വളർച്ച തരും. ആത്മീയ വളർച്ച തരാണ്ട് ഇതൊന്നും നടക്കില്ല. ദൈവം നമുക്ക് മതിയായവനാണ്. ഇന്നൊരു 101 പ്രാവശ്യത്തെ കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണെന്ന് മാത്രമെന്ന് പറയാം. പാവങ്ങളൊത്തൊന്ന് പശ്ചാത്തപിച്ചിട്ട് എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണ്, ഞാനത് വിശ്വസിക്കുന്നു. 101 പ്രാവശ്യം പറഞ്ഞ് 10 പ്രാവശ്യം കഴിയുമ്പോൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു നോക്കിക്കേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ ബന്ധവും അഴിയും, എല്ലാ കെട്ടുകളും പൊട്ടും, അത്ഭുതങ്ങൾ സംഭവിക്കും. ആമേൻ, ആമേൻ. ഇത് ഇപ്പം ഞാൻ പറഞ്ഞ സാക്ഷ്യം പറഞ്ഞ അദ്ദേഹത്തെ ഇപ്പോഴുള്ള പ്രേക്ഷിതർക്കും അറിയാം. ഇപ്പോൾ അയാൾ വരുന്നില്ല. ഇപ്പോഴുള്ള പ്രേക്ഷിതർക്കും അറിയാം, പണ്ടുണ്ടായിരുന്നവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. അതായത് മാതൃഭൂമി പേപ്പറും കൊണ്ടുവന്ന് വീൽ ചെയറിലിരിക്കണം, ഫോട്ടോ കാണിച്ചിട്ട് സാക്ഷ്യം പറയണ ആളെന്ന് പറഞ്ഞ് അറിയാത്ത ആൾക്കാർ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തെ സമർപ്പിക്കുക. ഹല്ലേലൂയ. ദൈവത്തെ സമർപ്പിക്കുക. കർത്താവേ, മക്കൾ സമർപ്പിച്ചിരിക്കുന്ന ആ 2 കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണമേ കർത്താവേ. ഇവർ ബഥേൽ മാതാവിൻ്റെ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ടീമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവേ. അനുഗ്രഹിക്കണമേ. ധ്യാനം കൂടി പോയി എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുത്ത് അനുഗ്രഹിക്കണമേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. കടൽ ജോലി ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഷിപ്പിൽ ജോലി ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഫ്ലൈറ്റിൽ ജോലി ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. ഉപജീവനത്തിന് വേണ്ടി വാഹനങ്ങൾ കൊണ്ടു നടക്കുന്നവർക്ക് ഓട്ടം കൊടുക്കണമേ. കൃഷിയിടങ്ങളെ അനുഗ്രഹിക്കണമേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ കർത്താവേ. ഈ മക്കളുടെ ആഗ്രഹങ്ങൾ എന്താണ്, ആവശ്യങ്ങളാണോ കണ്ടറിഞ്ഞ് ഇപ്പോൾ ഒരു അത്ഭുതം നടത്തണമേ കർത്താവേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണം. യേശുവേ നന്ദി. മാതാവേ പ്രാർത്ഥിക്കണം. യേശുവേ നന്ദി. ആരാധന. വിശുദ്ധ അന്തോണീസേ ഈ നിമിഷം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. നന്ദി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്മേലുമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാൻ